ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ചായയിൽ നിന്നും തുടങ്ങാമല്ലേ. അങ്ങനെ ഒരുപാട് സമയം ചായയും കുടിച്ച് ആലോചിച്ചിരിക്കാനൊന്നും ടൈമില്ല. സ്കൂളിലെ ദിവസങ്ങളിൽ എനിക്കിതിനൊന്നും സമയം കിട്ടാറില്ല. പക്ഷേ കിട്ടാറുള്ള സമയം ഞാനിത് മിസ്സാക്കാറുമില്ല. അങ്ങനെ മോൾ എണീറ്റു, ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി സ്കൂളിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റുകയാണ്. അപ്പോൾ ഇന്നൊരു മൺഡേ ആണ് കേട്ടോ, അതുകൊണ്ട് കളർ ഡ്രസ്സാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വലിയ മടിയൊന്നുമില്ല. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് സാദാ ചോറും പിന്നെ അതിലേക്കൊരു മുട്ട വറുത്തതുമാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. സ്നാക്സായിട്ട് പഴം കട്ട് ചെയ്തതും കുറച്ച് ബദാമുമാണ്. ഇന്നും ഞാൻ പഴം നെയ്യിലിട്ടിട്ട്, പഴം കൊണ്ടുപോകുന്ന ദിവസമാണെങ്കിൽ പഴം നെയ്യിലിട്ടിട്ട് വാട്ടിയിട്ടാണ് കൊടുത്തേക്കാറ്. അപ്പോൾ ഇന്ന് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വെറുതെ മുറിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എന്നും ചെറിയ സങ്കടമൊക്കെ കാണിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ മൂഡൊക്കെ ഒന്ന് ശരിയാക്കാൻ ഇതേപോലെ എന്തെങ്കിലും മിഠായി ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കാറുണ്ട്. അങ്ങനെ മോള് സ്കൂളിലേക്ക് പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ അവൾ പോയതിന് ശേഷമാണ് കേട്ടോ കഴിക്കുക. ഇന്ന് ഉച്ചക്കൽക്ക് വേണ്ടിയിട്ട് ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കാനായിട്ടാണ് കരുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും പിന്നെ ഒരു 3-4 വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 3-4 ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് ചതച്ചതും പിന്നെ കുറച്ച് വലിയ ജീരകം ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മസാല തേച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഞാനിതിൽ കളറ് തീരെ ചേർക്കുന്നില്ല. അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. നമ്മൾ വീട്ടിൽ കഴിക്കാനല്ല, അപ്പോൾ പിന്നെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ മുടങ്ങാതെ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഒരു കുപ്പി വെള്ളം ഞാൻ എപ്പോഴും നിറച്ച് വെക്കും. ഇത് തീരുമ്പോൾ നിറച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കുന്നുണ്ട്. മറ്റേത് ഞാൻ തീരെ വെള്ളം കുടിക്കാത്ത ഒരാളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ മെഷീനിൽ കൊടുന്നിട്ടിട്ട് പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ തുടക്കാനൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വലിയ പണികളൊന്നുമില്ല. കുക്കിങ്ങൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിനി ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരണം. പിന്നെ കുട്ടികളുടെ ടോയ്സൊക്കെ എല്ലായിടത്തും വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പണികൾ കഴിയുന്ന ദിവസമാണ് കേട്ടോ. അങ്ങനെ തുടക്കാനില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് പണികൾ കഴിയും. അങ്ങനെ ഇപ്പോൾ ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ, മോളുടെ ക്ലാസ് ഗ്രൂപ്പിൽ വീഡിയോ വന്നു. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോയാലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കാരണം ഇടയ്ക്കിടയ്ക്ക് മിസ് ഗ്രൂപ്പിൽ ഇതുപോലെ വീഡിയോസൊക്കെ ഇടും കേട്ടോ, ഭക്ഷണം കഴിക്കുന്നതും അവരെഴുതുന്നതും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഞാനും മോനും കൂടി സിറ്റൗട്ടിൽ വന്നിരിക്കാമെന്ന് കരുതി വന്നതായിരുന്നു. അപ്പോഴാണ് നല്ലൊരു കാറ്റും മഴയൊക്കെ വരുന്നത് കണ്ടത്. നേരത്തെ സിറ്റൗട്ടിൽ ഒരു ഗ്ലാസ് ചായ പിടിച്ച് വന്നിരിക്കുന്നത് വീക്ക്നെസ്സാന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഈ മഴ ആസ്വദിച്ചിരിക്കൽ. പക്ഷേ എനിക്ക് മഴ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇടിമിന്നലൊക്കെ നല്ല പേടിയാണ് കേട്ടോ. ഇന്ന് നല്ല കാറ്റും ഉണ്ടായിരുന്നു, മഴയുടെ കൂടെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ വീഡിയോയിലൊക്കെ കണ്ടില്ലേ, നല്ല ശക്തിയിലാണ് കേട്ടോ കാറ്റ് വീശുന്നത്. അപ്പോൾ സിറ്റൗട്ടിക്ക് നല്ല പോലെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും മോനും ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് എഴുതിയിട്ട് ഉള്ളിലേക്ക് തന്നെ കയറി പോവാണ് കേട്ടോ. മോള് പോയി കഴിഞ്ഞാൽ ഞാനും മോനും ഒറ്റക്കാണ്. അപ്പോൾ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ഓന്. അല്ലെങ്കിൽ പിന്നെ അവർ രണ്ടാളും അങ്ങനെ കളിച്ചിരുന്നോളും. അപ്പോൾ ഇനി നേരത്തെ മസാലയൊക്കെ ആക്കി വെച്ച് ബീഫ് ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും കൂടിയുണ്ട്.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലൊക്കെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും ആയിട്ട് ഒരു കമൻറ്റ് കൂടെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റിങ്ങൊക്കെ പഠിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനൊക്കെ ഞാൻ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ സമയം കണ്ടെത്തിയിട്ട് എടുക്കുന്നതാട്ടോ ഈ വീഡിയോ ഒക്കെ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ടൈം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബീഫ് ഫ്രൈയും പയറുപ്പേരിയും പിന്നെ വെണ്ടക്ക കറിയൊക്കെയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്കയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരത്തെ തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ ഇതിനി മെഷീനിൽ നിന്നൊക്കെ ഒന്ന് എടുക്കണം. ഇനി ഞാൻ മീഷോന്ന് എടുത്ത ഒരു ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ പെരുന്നാളിന് മുൻപൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. എന്തായാലും കുറച്ച് കിട്ടാൻ വൈകിയെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് നെറ്റാണ്. ഉള്ളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ സൈസ് മീഡിയമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 332 രൂപ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് തരാം. ഇത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം മോള് വരാനുള്ള സമയമായിട്ടോ. അപ്പോൾ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇന്ന് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അങ്ങനെ ജ്യൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ പറയും കേട്ടോ വൈകുന്നേരം വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അധികം ഇങ്ങനെ ജ്യൂസൊക്കെ എന്തെങ്കിലുമാണ് വരുമ്പോൾ കൊടുക്കാറ്. അങ്ങനെ മോളെ കൊണ്ടുവരാനായിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ചെടിയിൽ ഒരാളെ കണ്ടെത്തിയത്. ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ചെടി ഈ അവസ്ഥയിലാക്കിയത് ഇവരാണ് കേട്ടോ. ഇതിൻ്റെ ഇലയുടെ ഇടയിൽ കൂടെയൊക്കെ ഒരുപാട് പുഴുക്കളുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല ഒരുപാട് മൊട്ടും പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പുഴുക്കൾ വന്നപ്പോൾ എല്ലാം നശിപ്പിക്കുകയാണ് കേട്ടോ. ഇതാ ഇയാളാണ് നമ്മളെ വില്ലൻ. ഇത് ഒരാളല്ല, ഒരുപാട് പുഴുക്കളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് കളയലൊന്നും നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്തില്ലേ, ഇനിയൊക്കെ ചെടി വെട്ടിയിട്ട് റെഡിയാക്കണം. ഈ ചെടി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു സമയത്ത് നല്ല ഭംഗിയിൽ വരികയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതാ ഇലയൊക്കെ പോയിട്ട് ആകെ നാശമാവും. അങ്ങനെ ഇപ്പോൾ ഇതാ മോള് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടോ. സ്കൂളിലിട്ട് വന്നാൽ കുറച്ച് നേരമൊക്കെ രണ്ടാളും നല്ല സ്നേഹത്തിലാക്കാറ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഇതുപോലെ തല്ലൂടുകയും ചെയ്യും. ഇനിയിപ്പോൾ സ്കൂളിലത്തെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് സ്ലേറ്റിൽ എഴുതിയതൊക്കെ കാണിച്ചു തരും. പിന്നെ അവിടുത്തെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തരാനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇപ്പോൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം പഠിപ്പിക്കാനിരിക്കുകയാണ്. കുറേ ഒന്നും പഠിപ്പിക്കാനൊന്നുമില്ല കേട്ടോ. ക്ലാസ്സൊക്കെ ഇങ്ങനെ എടുത്ത് തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ABCDയിൽ എയും ബിയും ഒക്കെ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞെടുക്കാനേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ വെറുതെ സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഞങ്ങളെ കൂടെ മറ്റയാളും ഉണ്ട് കേട്ടോ പഠിപ്പിക്കാൻ. അപ്പോൾ ഓനിക്കും ഇതേപോലെ സ്ലേറ്റും പെൻസിലും ഇവളുടെ കയ്യിൽ എന്താണോ കൊടുക്കുന്നത് അതൊക്കെ അവനക്കും വേണം കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ തല്ലുകൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.